ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നോ കോണ്ടാക്ട് റൂള് അപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ഒരു വ്യക്തിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത്, അത് കാമുകി ആയിക്കോട്ടെ, ഇനി ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലിവിങ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഒരു ബിഗ് ഇഷ്യൂ നടക്കുകയാണ്. ചെറിയ ഇഷ്യൂ ഒന്നുമല്ല. ബിഗ് ഇഷ്യൂ മീൻസ് എന്തെങ്കിലും ട്രസ്റ്റ് സംബന്ധമായിട്ടുള്ള വിഷയം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ അഫെയർ, അല്ലെങ്കിൽ ഒരു അവിഹിതം ഒക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൻ്റെ പേരിലാണ് ഇഷ്യൂ നടക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് അയ്യോ പിടിച്ചല്ലോ എന്ന് കരുതി നമ്മൾ നോ കോണ്ടാക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സീൻ വേറെയാകും. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് മാക്സിമം നോ കോണ്ടാക്ട് റൂള് ഒഴിവാക്കുക. ഓക്കെ, അത് ഒഴിവാക്കിയതിന് ശേഷം നിങ്ങൾ പരസ്പരം സംസാരിച്ചുകൊണ്ട് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. ഒരാൾ സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത് സംസാരിക്കാൻ തന്നെ കൂട്ടാക്കുക. അവിടെ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് പോവരുത് എന്നുള്ളതാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ ബിഗ് ഇഷ്യൂ ഉള്ള സിറ്റുവേഷൻസിൽ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യരുത്. രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ നോ കോണ്ടാക്ട് റൂള് മാക്സിമം ഒഴിവാക്കുകയാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു സൈലന്റ് ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥ വേണമെങ്കിൽ ഒരു പിണക്കം പോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, ഒരു സൗന്ദര്യ പിണക്കം പോലെയൊക്കെ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 12 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു 24 അവർ, അല്ലെങ്കിൽ ഒരു 48 മണിക്കൂർ, മാക്സിമം 2 ദിവസത്തിൽ കൂടുതലൊന്നും ഒരിക്കലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ നോ കോണ്ടാക്ട് റൂളിലോട്ട് പോകരുത്. അങ്ങനെ പോണ സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ കോംപ്ലിക്കേഷനിലോട്ട് പോകും. ബിക്കോസ് റിലേറ്റീവ്സൊക്കെ അറിയും, റിലേറ്റീവ്സൊക്കെ ഇടപെടും, പിന്നെ അത് സെപ്പറേഷനിലോട്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാതിരിക്കുക. ഓക്കെ, 1-2 ദിവസം സൗന്ദര്യപ്പിണക്കം നോ പ്രോബ്ലം, മറ്റുള്ളത് അപ്ലൈ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കുറേ നാളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് മാത്രമല്ല നിങ്ങൾക്ക് സൊല്യൂഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യരുത്. ഏതാണ് ആ സിറ്റുവേഷൻ? ഒരു വ്യക്തി ബ്രേക്കപ്പിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുക. എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ആവണം എന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മൾ പോയിട്ട് ഓക്കെ ഇനി അവനോട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ അവളോട് മിണ്ടുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ നോ കോണ്ടാക്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ ഇത് അപ്ലൈ ചെയ്തത് കൊണ്ട് അത്രത്തോളം വർക്കായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലും അത് അപ്ലൈ ചെയ്യാതിരിക്കുക. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മളെ വിളിക്കുക. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യണോ അതോ അപ്ലൈ ചെയ്യാതിരിക്കണോ. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ആണെന്ന് വിചാരിച്ചു, ആ വ്യക്തി ഒരു ബ്രേക്കപ്പ് ആവണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടി ആ വ്യക്തിയുടെ മൈൻഡ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ആ വ്യക്തിയെ നമ്മുടേതായിട്ടുള്ള രീതിയിലോട്ട് കൊണ്ടുവരാനൊക്കെ പറ്റും. നമുക്ക് ലവ് മാഗ്നറ്റ് ആവാനുള്ള ധാരാളം സീക്രട്ടുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു തോട്ട് പ്രോസസ്സ് നമ്മളിലൂടെ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ നമുക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ ഈ 3 സിറ്റുവേഷനിൽ നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാതിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.